നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ചെയ്തികൾ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണയത്തെ തന്നെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഏവർക്കും അറിയാം. അപ്പോൾ മതങ്ങളിൽ തന്നെ നമ്മൾ ചെയ്യാൻ പാടുള്ളവ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം അത് ദോഷങ്ങൾ ഭാവിയിൽ വരാതിരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷത്തിന് കാരണമാകും. പിന്നെ ആ ദോഷത്തിൻ്റെ പിറകെ അത് ദോഷം മാറ്റാനായി നടക്കണം. അത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും എത്തുകയും ചെയ്യും. അപ്പോൾ ചില വസ്തുക്കൾ നമ്മൾ ഒരാളിൽ നിന്ന് സൗജന്യമായി വാങ്ങുവാൻ പാടില്ല. കാരണം അത് നമ്മളിലേക്ക് ആ വ്യക്തിയിലുള്ള അല്ലെങ്കിൽ ആ വസ്തുവിൽ നിന്നൊക്കെയുള്ള നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ഊർജം നമ്മളിലേക്ക് എത്തുന്നതിന് കാരണമാകും. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണ് അങ്ങനെ വാങ്ങാൻ പാടില്ലാത്തത് എന്നവയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ജ്യോതിഷം അനുസരിച്ച് ഓരോ വ്യക്തിയിൽ നിലനിൽക്കുന്ന വസ്തുവിൻ്റെ വ്യത്യസ്തമായ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അത് നമ്മൾക്ക് അതും സൗജന്യമായി വാങ്ങുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൊടുക്കൽ വാങ്ങലല്ല, സൗജന്യമായി വാങ്ങുമ്പോൾ അപ്പോൾ നെഗറ്റീവ് എനർജി നമ്മളിൽ എത്രത്തോളം പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ പോലും അത് നഷ്ടപ്പെടുകയും ആ വസ്തു നമ്മൾ സൗജന്യമായി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണ് ഇങ്ങനെ നെഗറ്റീവ് ഊർജ്ജത്തെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ നമ്മളിലേക്ക് എത്തിക്കുന്നത് സൗജന്യമായി വാങ്ങുന്നത് മുഖേന എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് കൂടി അറിവുകൾ എത്തട്ടെ. ഇങ്ങനെ മറ്റൊരാളിൽ നിന്ന് സൗജന്യമായി വാങ്ങാൻ പാടില്ലാത്തതിൽ ആദ്യത്തെ വസ്തു സൂചിയാണ്. സൂചി നമുക്കറിയില്ലേ, തയ്ക്കുന്ന സൂചി. സൗജന്യമായി ഇത് ഒരിക്കലും മറ്റൊരാളിൽ നിന്ന് വാങ്ങുവാൻ പാടില്ല. സൗജന്യമായി ഒരാളിൽ നിന്ന് ഇത് വാങ്ങിയാലുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി വർദ്ധിക്കുകയും കുടുംബത്തിലെ ആളുകൾ തമ്മിലുള്ള സ്നേഹബന്ധം തകരാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഒരു കീറിയ തുണി എടുക്കുമ്പോഴായിരിക്കും വസ്ത്രം ഒന്ന് സൈഡ് കീറിയോ എന്തെങ്കിലും ചെയ്തപ്പോഴായിരിക്കും തയ്യൽ തുണി അല്ലെങ്കിൽ സൂചി കാണുന്നില്ല. ഉടനെ അടുത്ത വീട്ടിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് തയ്ച്ച് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാൻ ചെന്നാൽ അവർ പറയും വേണ്ടത് നിങ്ങളുടെ വെച്ച് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ വേറെ ഇരിപ്പുണ്ടെന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ സൗജന്യമായി വാങ്ങുകയാണ്. അവരെ അറിഞ്ഞുകൊണ്ടല്ല നമുക്ക് തരുന്നത്. നമ്മുടെ ആവശ്യത്തിന് പോയി വാങ്ങിച്ച് പിന്നെ തിരിച്ചു കൊണ്ടു ചെല്ലുമ്പോൾ അവർക്കെല്ലാം വേണ്ടാന്ന് പറഞ്ഞ് അത് പിന്നെ നമ്മൾ തന്നെ കൊണ്ടുപോരുന്നത്. പക്ഷേ അത് ആ വസ്തു ഇങ്ങനെ സൂചി ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ സൗജന്യമായി വാങ്ങുമ്പോൾ നമ്മളിലേക്ക് ആ നെഗറ്റീവ് എനർജി വരികയും അത് നമ്മുടെ ഭവനത്തിലേക്ക് വരികയും കൂടാതെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുകയും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാകുകയും കുടുംബ ബന്ധം ശിഥിലമാവുകയും പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് വേണ്ടത്? സൂചി അത് മറ്റൊരാളിൽ നിന്ന് സൗജന്യമായി വാങ്ങുവാൻ പാടില്ല. അപ്പോൾ സൗജന്യമായി വാങ്ങാൻ പാടില്ലാത്തതിലെ ആദ്യത്തെ കാര്യം സൂചിയാണ്. അടുത്തതായി സൗജന്യമായി മറ്റൊരാളിൽ നിന്ന് വാങ്ങാൻ പാടില്ലാത്തത് തൂവാലയാണ്. തൂവാല എന്ന് പറയുമ്പോൾ കർച്ചീഫ് എന്ന് പറയും. തൂവാല അത് സൗജന്യമായി ആര് നൽകിയാലും വാങ്ങാൻ പാടില്ല. അത് പക്ഷെ ഒരാൾ നീ വാങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ പകരമായി അവർക്കും എന്തെങ്കിലും കൊടുത്തുകൊള്ളൂ, അല്ലാതെ ആരിൽ നിന്നും സൗജന്യമായി വാങ്ങരുത്. ഇതും നമ്മളുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുവാൻ കാരണമാകുന്നുണ്ട്. കാരണം നമ്മുടെ ഭവനത്തിലുള്ളവർ തമ്മിലുള്ള ആ ഒരു ബന്ധം വഷളാവാൻ ഈ ഒരു ചെറിയ തൂവാല തന്നെ കാരണക്കാരനായി മാറും. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും സൗജന്യമായി തൂവാല വാങ്ങരുത്. അഥവാ ഒരാൾ നിർബന്ധിച്ചത് വാങ്ങിയേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വാങ്ങിച്ചതിന് ശേഷം പകരമായി നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അല്ലാത്ത പക്ഷം ആരിൽ നിന്നും സൂചി, തൂവാല ഇവ വാങ്ങുവാൻ പാടുള്ളതല്ല. സൗജന്യമായി വാങ്ങുവാൻ പാടുള്ളതല്ല. അടുത്തത് ഇങ്ങനെ സൗജന്യമായി വാങ്ങാൻ പാടില്ലാത്ത വസ്തുവിൽ അടുത്തതായിട്ടുള്ളത് ഉപ്പാണ്. അത് ശനിയുമായി ബന്ധമുള്ളതാണ്. നിങ്ങളുടെ അയൽക്കാരിൽ നിന്നോ അല്ലാതെ ആരിൽ നിന്നോ ഉപ്പ് നമുക്കിപ്പോൾ കറി വെക്കാനായിട്ട് എടുക്കത്തപ്പോഴാണ് ഉപ്പ് തീർന്നു പറഞ്ഞു ഓടിപ്പോയി അയൽ വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ സൗജന്യമായിട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അപ്പോൾ സൗജന്യമായി നമ്മൾ എടുക്കാത്ത ഒരു പക്ഷേ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വസ്തു അവർക്ക് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് ഉപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ആരിൽ നിന്നും സൗജന്യമായി ഉപ്പ് വാങ്ങിക്കുവാൻ പാടുള്ളതല്ല. ഇതും നമ്മൾക്ക് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കും, സാമ്പത്തിക പരാജയം ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാവും. അപ്പോൾ ആദ്യത്തെ കാര്യം സൂചി, അടുത്തത് തൂവാല, അത് ഇപ്പോൾ പറഞ്ഞത് ഉപ്പ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ആരിൽ നിന്നും വാങ്ങുവാൻ പാടുള്ളതല്ല. കൂടാതെ ഒരിക്കലും ആരിൽ നിന്ന് വാങ്ങാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം, ദാനമായിട്ട് സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇരുമ്പ്.
അത്തരമൊരു ദാനം ആരിൽ നിന്നും ഇരുമ്പ് ആര് തന്നാലും അവരിൽ നിന്ന് വെറുതെ ദാനമായി സ്വീകരിക്കാൻ പാടുള്ള കാര്യമല്ല. അടുത്തതായിട്ടുള്ള ഇരുമ്പാണ്. ഇത് നമുക്ക് തന്നെ അറിയാം, ഇരുമ്പ് ഒരു ആയുധമാണ്. അത് ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാനും സ്വരച്ചേർച്ച ഇല്ലായ്മയ്ക്കും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദാനമായി ആര് തന്നാലും ഇത് വാങ്ങുവാൻ പാടുള്ളതല്ല ഇരുമ്പ്. അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങൾ വീടിന് പുറത്തുള്ള വ്യക്തിക്ക് കടം കൊടുക്കുന്നതും ഒഴിവാക്കണം. ചില ഭവനങ്ങളിലൊക്കെ പുറത്തൊക്കെ ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീട്ടമ്മമാർ വന്നു കഴിഞ്ഞാൽ അന്നേരം നോക്കുമ്പോഴായിരിക്കും, കറി വെക്കാൻ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഉള്ളിയില്ല, വെളുത്തുള്ളി ഇല്ല എന്നൊക്കെയുള്ള സാധനങ്ങൾ കാണുന്നത്. അപ്പോൾ ചില ഭവനത്തിൽ നിന്ന് വന്ന് നമ്മളോട് കടം ചോദിക്കുമ്പോൾ ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയവ ഒരു കടം കൊടുക്കുന്നത് ഒഴിവാക്കണം. പിന്നെ ഇന്നത്തെ കാലമാണ്, ഒരു കൊടുക്കാതിരിക്കുമ്പോൾ അവർ നമ്മളോട് ദേഷ്യമാവും, പിന്നെ വിരോധങ്ങളിലേക്കൊക്കെ പോകും. എങ്കിൽ പോലും ഒന്ന് അറിഞ്ഞിരിക്കുക. അഥവാ അത്യാവശ്യമായി കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാനും പറ്റില്ല. എങ്കിൽ പോലും വാസ്തുശാസ്ത്രപരമായി പറയുമ്പോൾ ഉള്ളി, വെളുത്തുള്ളി എന്നിവ ഒന്നും വൈകുന്നേരങ്ങളിൽ കൊടുക്കുവാൻ, വീടിന് പുറത്തുള്ള ഒരു വ്യക്തിക്ക് കടം കൊടുക്കുവാനായി പാടുള്ളതല്ല. ഇത് അശുഭകരമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അശുഭകരമായ കാര്യങ്ങൾ പറഞ്ഞു തരിക, ശുഭകരമായ കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നൊരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് പറയുകയാണ്. ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങൾ വൈകുന്നേരങ്ങളിൽ മറ്റൊരാൾക്ക് കടമായി കൊടുക്കുവാൻ പാടുള്ളതല്ല. ഇത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്കൊരു നഷ്ടം വരുത്തേണ്ട കാര്യമില്ല. വേറൊരാൾക്ക് ഗുണം വന്നോട്ടെ, അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. എങ്കിൽ പോലും നമ്മൾക്കൊരു നഷ്ടം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുന്നതല്ലേ ഏറ്റവും ഉത്തമമായ കാര്യം. അതേപോലെ തന്നെ ഏവർക്കും അറിയുന്ന കാര്യമാണ്, ഏവരും ചെയ്യുന്നതുമാണ്, സൂര്യാസ്തമയത്തിന് ശേഷം ആർക്കും പണം കൊടുക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി നമ്മളെ വിട്ടു വേറൊരാളിലേക്ക് പോകുകയോ അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോകുക, അയാൾ നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് വാങ്ങിക്കുന്നവനങ്ങ് കോടീശ്വരനാകുമെന്നല്ല, ലക്ഷ്മി ദേവി ആ നിമിഷം നമ്മളിൽ നിന്ന് പോകുന്നതിന് അത് കാരണമായി ഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സന്ധ്യാവേളകൾ, സൂര്യാസ്തമയത്തിന് ശേഷമുള്ള സമയങ്ങളിൽ കഴിവതും ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ചെറിയ തെറ്റുകളാണ് സാമ്പത്തിക നഷ്ടത്തിലേക്കും വലിയ ബാധ്യതകളിലേക്കുമൊക്കെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ, ഏവർക്കും അറിയുന്നതാണ്. എങ്കിൽ പോലും ചില സ്നേഹബന്ധങ്ങളുണ്ട്, അത് തകരാതിരിക്കട്ടെ. അല്ലെങ്കിൽ ഒരാൾക്ക് അത്യാസന്ന നിലയിൽ ഒരാൾ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം പറഞ്ഞ് നമ്മൾ പൈസ കൊടുക്കാതിരിക്കുമ്പോൾ നാളെ അവർ നമ്മൾക്ക് മുഖം തിരിച്ചു പോകും എന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഏവരും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും സാരമില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. എങ്കിലും ഇതൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കഴിവതും അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. പക്ഷേ എങ്കിൽ പോലും മനുഷ്യത്വപരമായ ഒരു വശം കൂടി ഏതിന് കാര്യത്തിനുമുണ്ട്. അപ്പോൾ അതും നമ്മൾക്ക് നോക്കണം, ഈ കാര്യങ്ങളും നോക്കണം. അപ്പോൾ ചില പൊതുവെയുള്ള വാസ്തുശാസ്ത്രപരമായി ചെയ്യാൻ പാടുള്ളവ, ചെയ്യാൻ പാടില്ലാത്തവ എന്ന് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഏവരും ഇത് ഓർത്തിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് കാര്യമാണ്. ഏത് കാര്യങ്ങൾ ലോകത്തിൽ സൂര്യന് കീഴെയുള്ള ഓരോ കാര്യത്തെ പറ്റിയും നമ്മൾക്കൊരു ഐഡിയ, ഒരു ധാരണ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു അഭിപ്രായം പറയുമ്പോൾ ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കേണ്ടി വരരുത്. കാരണം ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ, അഭിപ്രായങ്ങൾ അങ്ങനെ പരസ്പരം പറയുമ്പോഴാണ് നമ്മുടെ ബുദ്ധിയും വികാസവും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഏവരും അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളിലേക്ക് അറിവ് പകർന്നു തന്നതാണ്. ഏവർക്കും ഇത് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ, ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്താൻ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.